നമ്മുടെ തലസ്ഥാനത്ത് നമുക്ക് രാജ്യ തലസ്ഥാനത്തേക്ക് പോയാലോ? തീർച്ചയായും. അർജുൻ അവിടെ നിന്നുണ്ട്. അർജുൻ പീതാംബരൻ ഉണ്ട് രാജ്യ തലസ്ഥാനത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ. അർജുൻ എവിടെയാണ്? ഡൽഹിയിൽ എവിടെയാണ് അർജുൻ ഉള്ളത്? അവിടെ എവിടം വരെ ആയിട്ടുണ്ട് ന്യൂ ഇയർ ആഘോഷം? അക്ഷയ, സന്ധ്യ, ആദ്യം തന്നെ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയട്ടെ. ഞാൻ കോണോട്ട് പ്ലേസിലാണുള്ളത്. ഡൽഹിയിലെ കോണോട്ട് പ്ലേസ് വളരെ പ്രശസ്തമായിട്ടുള്ള കമ്പോള കേന്ദ്രമാണ്. നമ്മുടെ നാട്ടിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആഘോഷങ്ങളുണ്ട്, പക്ഷേ ആഘോഷങ്ങൾ വളരെ വ്യത്യാസമുണ്ട്. വളരെ വേറൊറ്റ ഒരു രീതിയിലാണ് ഡൽഹിയിലേക്ക് ഒരു ആഘോഷം എന്ന് പറയുന്നത്. ഇവിടേക്ക് എത്തുന്ന സമയത്ത് വല്ലാതെ അങ്ങ് അർബനൈസ്ഡ് ആയി പോവും. അതായത് നഗര കേന്ദ്രീകൃതമാണ്, പക്ഷേ ഇൻഡോർ കേന്ദ്രീകൃതമാണ് എന്ന് പറയേണ്ടി വരും. നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങളിലെ ആളുകളെ കണ്ടോ? ഇവരെല്ലാവരും തന്നെ കൊണോട്ട് പ്ലേസിൽ, അതായത് ഡൽഹിയുടെ ഹൃദയത്തിൽ തന്നെയുള്ള വലിയൊരു കമ്പോള കേന്ദ്രമാണ്. ഇവിടേക്ക് ഷോപ്പിങ്ങിനായിട്ട് സാധനങ്ങൾ വാങ്ങാനെല്ലാം തന്നെ വരുന്ന ആളുകളാണ്. അതായത് സ്വാഭാവികമായി സാധാരണ രീതിയിൽ എത്തുന്നവരാണ്. ഇതിനപ്പുറത്തേക്ക് ഈ CPയിൽ, ഈ കൊണോട്ട് പ്ലേസിൽ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ, അതായത് റെസ്റ്റോ ബാറുകൾ, റെട്രോ കഫേകൾ, പബ്ബുകൾ, ക്ലബ്ബുകൾ ഇതെല്ലാം ഉണ്ട്. ഈ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ ന്യൂ ഇയർ ആഘോഷങ്ങൾ രാജ്യ തലസ്ഥാനത്ത് ഡൽഹിയിലും പ്രത്യേകിച്ച് ഈ മെട്രോ നഗരങ്ങളിൽ കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. നിലവിൽ ഞാൻ പുറത്തിറങ്ങി നോക്കി, നമ്മുടെ നാട്ടിലെ ബീച്ചുകളിലും അതുപോലെ തന്നെ ഈ വഴിയോരങ്ങളിലും കാണുന്ന രീതിയിൽ വലിയ ആഘോഷങ്ങൾ എവിടെയും നമുക്കിങ്ങനെ കാണാൻ സാധിക്കില്ല. ഡൽഹിയെ സംബന്ധിച്ച് അങ്ങനെയാണ്. മറിച്ച് ഈ പബ്ബുകൾക്കും ക്ലബ്ബുകൾക്കും അകത്തായിട്ട് ഒരുപാട് ആളുകൾ ഇതിനോടകം തന്നെ തിങ്ങിക്കൂടിയിട്ടുണ്ടാവും. അതും റേറ്റൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കണ്ണ് തന്നെ തള്ളിപ്പോകുന്ന അവസ്ഥയുണ്ട്. 1000 രൂപയിൽ നിന്നൊക്കെ തുടങ്ങുകയാണ്. അതും 10,000, 30,000 ഒക്കെ വരുന്ന വലിയ ടിക്കറ്റുകളുണ്ട്. അങ്ങനെ അകത്തേക്ക് ഒരു ഇൻഡോർ കേന്ദ്രീകൃതമായിട്ടുള്ള ആഘോഷങ്ങളാണ് ഡൽഹിയിലുള്ളത്. ഒപ്പം തന്നെ ഇതുപോലെയുള്ള ഒരുപാട് തിരക്കുള്ള സ്ഥലങ്ങളിൽ വലിയ നിയന്ത്രണങ്ങളും ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. ഇപ്പോൾ ഞാൻ ഈ കമ്പോള കേന്ദ്രത്തിൽ എന്റെ രണ്ടാമത്തെ ന്യൂ ഇയർ. കഴിഞ്ഞ ന്യൂ ഇയർ കുഴപ്പമില്ലാതെ തന്നെ ആഘോഷിക്കാൻ പറ്റി. ഇത്തവണത്തെയും ആഘോഷിക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. അങ്ങനെ ഒരിക്കലും ആശംസിക്കലേ, ദയവ് ആശംസിക്കലേ. വളരെ പെട്ടെന്ന് നാട്ടിലെത്തി അവിടുത്തെ വൈബ് കൂടി ആസ്വദിക്കണമെന്ന് എനിക്കുന്നുണ്ട്. അർജുൻ പറഞ്ഞതനുസരിച്ച് ഡൽഹിയിലെ ക്ലബ്ബുകളിലും പബ്ബുകളിലും ഒക്കെയാണ് കൂടുതലായിട്ടും ഈ ന്യൂ ഇയർ ആഘോഷങ്ങൾ. അതായത് നഗരം ഇഷ്ടപ്പെടുന്ന, നഗര ജീവിതം ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ അതൊരു ആഘോഷമായിരിക്കും. ഒരുപക്ഷെ അർജുൻ പാലക്കാട്ടുകാരനാണ്. ആ ഗ്രാമത്തിന്റെ ഭംഗിയും അതൊക്കെ ആസ്വദിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷെ അവിടെ മടുപ്പും ഉളവാകും.